ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 15:14, 15:17. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് എൻ്റെ ധ്യാന വിഷയം. നിങ്ങൾ ഉള്ളം തുറന്ന് ഹൃദയംഗമായി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക. കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തിട്ടില്ല എങ്കിൽ, ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ സുവിശേഷ പ്രസംഗം വ്യർത്ഥമാണ്. 15:17 വായിച്ചേ. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. വിശ്വാസവും വ്യർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് സുവിശേഷമില്ല. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസവുമില്ല. ദൈവത്തിന് അത്രമാത്രം അടിസ്ഥാനപരമായ ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു അന്നെന്ന പോലെ പലർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നതായ അന്നത്തെ കാലം പോലെ ഇന്നും നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നു. യേശുക്രിസ്തു ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കല്ലറക്കകത്ത് ഒതുങ്ങിക്കിടക്കുന്നവനല്ല. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പ്, പുനരുത്ഥാനം എന്ന് പറയുന്ന വാക്ക് പുതിയ നിയമത്തിൽ മാത്രം 104 പ്രാവശ്യം ആവർത്തിച്ച് എടുത്തു പറയുന്നുണ്ട്. എന്തുമാത്രം പ്രാധാന്യമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ആവർത്തിച്ച് പുതിയ നിയമത്തിൽ അത് എടുത്തു പറയാൻ കാരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, പ്രത്യേകിച്ച് ചില കാര്യങ്ങളല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതായ ചില പ്രായോഗികമായ കാര്യങ്ങൾ നിങ്ങളുമായി ഒന്നിച്ച് പങ്കുവയ്ക്കുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. യോഹന്നാൻ സുവിശേഷം 20:11 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ച്. യോഹന്നാൻ 20:11 മുതൽ 13 വരെ. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ യേശുവാണെന്ന് മനസ്സിലായില്ല, തോട്ടക്കാരനാണെന്ന് മറിയ ധരിച്ചത്. നീ അവനെ എടുത്തുകൊണ്ട് പോയി എങ്കിൽ അവനെ എവിടെ വച്ചു എന്ന് പറഞ്ഞു തരിക. എവിടെയാണ് ആ കർത്താവിനെ കണ്ടുകിട്ടാൻ സാധ്യമായത്? നീ എവിടെ കൊണ്ടാണ് വെച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് അവനോട് പറഞ്ഞു. ദൈവത്തിനോ സ്തോത്രം. എല്ലാവരും ശ്രദ്ധ വെച്ച് കേട്ട്. എനിക്ക് വലിയ ഇഷ്ടമുള്ളതായ ഒരു കഥാപാത്രമാണ് മഗ്ദലക്കാരി മറിയ. ദൈവത്തിനോ സ്തോത്രം. നിങ്ങൾ ആ അധ്യായം 20-ാം അധ്യായം എടുത്ത് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചിട്ട് കണ്ടു എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. നേരിട്ടുള്ളതായ ഒരു അനുഭവമാണ് മഗ്ദലക്കാരി മറിയ. അവൾ വിട്ടുപിരിയാതെ യേശുവിൻ്റെ പിന്നാലെ അനുധാവനം ചെയ്യുകയാണ്. ഇടയൻ അടികൊണ്ട് ശ്രേഷ്ഠരായ അനേക ശിഷ്യന്മാര് വിട്ടോടിപ്പോയപ്പോൾ പാവപ്പെട്ട മറിയ സ്നേഹത്തിന്റെ ചരടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവുമായി പിരിയാത്ത ബന്ധം സ്ഥാപിച്ച് ചേർന്ന് നിൽക്കുകയാണ്. ക്രൂശിൻ ചുവട്ടിൽ കാണാം. പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ, അടക്കം ചെയ്ത കല്ലറയിൽ വേറെ ആരെയും തന്നെ കാണുന്നില്ല. ഇതാ മഗ്ദലക്കാരി മറിയും മറ്റു ചില സ്ത്രീകളും വിട്ടുപിരിയാത്തതായ സ്നേഹബന്ധം നിലനിർത്താനുള്ളതായ ഒരു അധ്വാനം. അത് ദൈവമക്കളെ സാഹചര്യമൊന്നും നോക്കിയിട്ടല്ല. ഞാനൊരു പെണ്ണാണല്ലോ, പട്ടാളക്കാരെന്ത് ചിന്തിക്കും, അവരെന്നെയും പിടിച്ച് ജയിലിലാക്കുമോ, ഇതൊന്നും വിഷയമല്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അവൾ ഓടി കല്ലറയ്ക്കലേക്ക് ചെന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം, ദൈവത്തിന് സുഗന്ധവർഗം പൂശണം. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു, അത്ഭുതങ്ങൾ കണ്ടു. കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നു. അതാരാണ്? ദൈവത്തിന് സ്തോത്രം. മാലാഖമാര് നിൽക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പൊതിഞ്ഞതായ
ഗ്രേവ് ക്ലോസ്, ശരീരത്തിൽ ഒഴിഞ്ഞായ മരണവസ്ത്രങ്ങൾ, ഒഴിഞ്ഞ ശവക്കല്ലറ. ദൈവത്തിന് സ്തോത്രം. ഇത്ര പോരെ? നിങ്ങൾ ഓരോ ചിന്തിച്ച്, ഒരു മാലാഖ നിങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒന്ന് സംസാരിക്കുകയാണെങ്കിൽ അയ്യോ നമ്മൾ സാക്ഷ്യം പറഞ്ഞു നടക്കില്ല. എന്ത് വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ പൊതിഞ്ഞതായിരിക്കുന്ന ആ മൃതശരീരം പൊതിഞ്ഞായിരിക്കുന്ന ശീലകൾ, അതൊരു കഷ്ണം ഉണ്ടെങ്കിൽ പിന്നെ പള്ളി, ഏതെങ്കിലും പള്ളി ഉണ്ടെങ്കിൽ അത് തീർത്ഥാടന കേന്ദ്രമാകുകയില്ലേ? എനിക്ക് ഇതൊന്നും കണ്ടുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റൊരു കാര്യം അറിയാം, എനിക്ക് മാലാഖയല്ല കാണേണ്ടത്, കല്ലുരുട്ടി നീക്കിയത് അത്ഭുതമല്ല കാണേണ്ടത്, ഒഴിഞ്ഞ കല്ലറയല്ല കാണേണ്ടത്, കർത്താവായി യേശുക്രിസ്തുവിന്റെ ശരീരം പൊതിഞ്ഞായിരിക്കുന്ന ആ വസ്ത്രമല്ല കാണേണ്ടത്. എനിക്കൊരുത്തനെ കണ്ടാലേ എൻ്റെ ഉള്ളം തൃപ്തിപ്പെടുകയുള്ളൂ. അത് എൻ്റെ പാപബന്ധനങ്ങൾ അഴിച്ച കർത്താവായി യേശുക്രിസ്തുവിനെയാണ്. എല്ലാവരും ഹൃദയം തുറന്ന് ചങ്ക് തുറന്ന് ഇക്കാര്യം കേൾക്കണം. നമ്മുടെ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് ആരെയും മറ്റു ഉയർത്തുവാനായിട്ടില്ല. അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തിയും അതുപോലെ ദൈവമക്കളെ ധനസമൃദ്ധിയും നിങ്ങളുടേതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ഉയർച്ച ഒന്നുമല്ല വിഷയം. അതൊക്കെ കർത്താവ് കൂടുതൽ തരും. എന്നാൽ യേശു എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾക്കാരാണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിക്കുന്നത് ദൈവത്തിന് അത്ഭുതങ്ങളല്ല, അടയാളങ്ങളല്ല, മാലാഖമാരെയല്ല. ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ രക്ഷകനായിരിക്കുന്ന യേശുവിനെയാണ്. എന്തിനാ നീ അന്വേഷിക്കുന്നത്? ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഈ വ്യക്തിപരമായ ബന്ധത്തിലേക്കും വിശ്വാസത്തിലേക്കും സ്നേഹത്തിലേക്കും നിങ്ങൾക്കൊന്ന് കടന്നു വരാവോ ദൈവമക്കളെ? നിങ്ങൾ വ്യക്തമായി കേൾക്കണം. രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ പിരിയാത്ത ബന്ധം, തായ്തണ്ടിനോട് ചേർന്നിരിക്കുന്ന ചില്ലി പോലെ അലിഞ്ഞു ചേരുന്നതായ ഒരു അനുഭവത്തിലേക്കും സജീവമായിരിക്കുന്ന ബന്ധത്തിലേക്കും വരാത്ത ഒരു കുഞ്ഞു പോലും സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണുകയില്ല, അതിനകത്ത് പ്രവേശിക്കുകയില്ല. നിങ്ങളെ കുറ്റം വിധിക്കൊന്നുമല്ല ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആവശ്യക്കാരായി വരുന്ന വ്യക്തിക്ക് പ്രത്യക്ഷനാകുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. ശിഷ്യന്മാരുടെ അടുക്കലേക്കൊന്നും അല്ല ആദ്യം പോയത്. ഈ പാവപ്പെട്ട സ്ത്രീയുടെ അടുക്കലേക്കാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ശിഷ്യന്മാരെ പോലും ഉയർത്തെഴുന്നേൽപ്പിന്റെ സുവിശേഷം അറിയിക്കുവാൻ പറഞ്ഞു വിടുന്നത് ഈ പാവിനിയായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. ദൈവത്തിന് അപ്പോസ്റ്റൈൽ ഓഫ് ദി അപ്പോസ്റ്റൈൽസ്, അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോലിക. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുമാകട്ടെ. മറ്റാരെയും നോക്കാതെ, ഞാൻ ആ പോയിന്റ് അങ്ങനെ പറഞ്ഞു, മറ്റാരെയും നോക്കാതെ ഞാനും എൻ്റെ യേശു, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന് മറ്റുള്ളവരുടേതായിരിക്കുന്ന നീക്കങ്ങൾ എന്നെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഞാൻ ഒരുത്തനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ ജീവിതം ഒരുത്തൻ്റെ കൈകളിലേക്ക് തീരെഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, എൻ്റെ പാപം മോഹിച്ചത് പലരല്ല, എന്നെ നടത്തിയത് പലരല്ല, ഒരു കൂട്ടായ്മയല്ല, ഒരു ദൈവദാസനല്ല. ദൈവത്തിനോ സ്തോത്രം, ചില ദൈവമക്കളല്ല. കാൽവറിയിൽ എൻ്റെ പാപത്തെയും രോഗത്തെയും ചുമന്നൊഴിച്ച് രക്ഷകനായ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി തീരെഴുതി കൈമാറിയതായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമയായിട്ട് നടക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതാണ് സുവിശേഷം. അത് മാത്രമേ ഇവിടെ പറയുകയുള്ളൂ. ഈ സത്യസുവിശേഷം ഘോഷിക്കുന്ന രംഗത്തെ വിട്ടുപോകുന്നവൻ്റെ സ്ഥിതിവിശേഷത്തെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യം മാത്രം, ഓൺലി ജീസസ്, ജീസസ് എലോൺ. യേശു, യേശു, യേശു. ഈ യേശുമയമായ ഒരു ജീവിതം നിങ്ങൾ ഇന്ന് തുടങ്ങണം. ഉയർത്തെഴുന്നേൽപ്പിന്റെ കാലമാണ്. അതേസമയം ദൈവമക്കളെ, തോമസിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുക. ശിഷ്യനായിരിക്കുന്ന തോമസ്, ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മഗ്ദലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ശേഷം ഭയപ്പെട്ട് വാതിലടച്ച് കൂടി വന്നിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെന്നു. വാതിലടച്ചിരിക്കെ കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാന ശരീരവുമായി അകത്തു കയറി. അവർ ഞെട്ടിപ്പോയി. എല്ലാം തീർന്നെന്ന് വിചാരിച്ച് ഭയപ്പെട്ട ലജ്ജാഭാരത്തോടെ വാതിലടച്ച് ഭാവി കൂമ്പടഞ്ഞു പോയല്ലോ എന്ന് ഇരുട്ടുമുറിയിൽ ഇരിക്കുകയാണ് എല്ലാവരും. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. അവർക്ക് ആശ്വാസമായി. നിങ്ങൾക്കറിയാം, അപ്പോൾ തോമസ് ലീ അവിടെ ഇല്ല. ഞാൻ പറയാറുണ്ട്, കൂട്ടായ്മ മുടക്കിയാൽ വലിയ നഷ്ടമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഈ തോമസിനെ വിളിക്കുന്നത് ഡൗട്ടിങ് തോമസ് എന്നാണ്. അവിശ്വാസിയായ, ചിന്താക്കുഴപ്പമുള്ള. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ, അല്ലേ അതല്ലേ ഇതല്ലേ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു മരിച്ചു പോയില്ലേ?
പലരുമൊക്കെ ചെറിപ്പോയില്ലേ? പത്രോസ്ലീഹ തള്ളി പറഞ്ഞില്ലേ? ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചുവയാരി ഇനി കൂട്ടായ്മ മുന്നോട്ട് പോവുമോ? സത്യസമം മുന്നോട്ട് പോവുമോ? ദൈവത്തിന് സ്തോത്രം. ചിന്താക്കുഴപ്പത്തിൽ കൂട്ടായ്മ മുടക്കി, വലിയ നഷ്ടമായി പോയി. ഈ ചിന്താക്കുഴപ്പവും അതിനുള്ളതായിരിക്കുന്ന തക്ക കാരണങ്ങളും പറഞ്ഞു നടക്കുന്നവന് നഷ്ടപ്പെടുന്ന യേശുവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഭാഗ്യം, 8 ദിവസം കഴിഞ്ഞ് വീണ്ടും തോമാസ്ലീഹ അന്വേഷിച്ച് ആ ആണിപ്പടുത്തുള്ള കാൽപാദം നടന്നെടുക്കുകയാണ്. തോമസ് മറന്നുപോയി, ഒക്കെ തീർന്നു എന്ന് വിചാരിച്ച്. ഒരു യേശു ഒരു യാഥാർത്ഥ്യമാണ്. ഞാനിത് പറയുമ്പോഴും ഉണ്ടല്ലോ, മാറ്റമില്ലാത്ത ഒരു സജീവമായ സത്യ യാഥാർത്ഥ്യമാണ് പാവപ്പെട്ട അടിയനെ സംബന്ധിച്ച് ഉയർത്തുന്നിട്ട കർത്താവ്. ദൈവത്തിന് സ്തോത്രം. തികഞ്ഞ ബലഹീനതയിൽ അവൻ്റെ കാൽക്കൽ വീണ് കിടന്നുകൊണ്ട്, കർത്താവേ ഈ പാത്രത്തെ നീ കഴുകി വിശുദ്ധീകരിച്ച് ശക്തീകരിക്കണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കും ആ ബോധ്യം വളരെ വ്യക്തമായിട്ട് കിട്ടും. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് സംശയാലുക്കളായി കൂട്ടായ്മ വിട്ട് അകന്നുപോയവരെ അടുപ്പിക്കാനാണ്. തോമാസ്ലീഹയുടെ അടുക്കിലേക്ക് ചെന്നു. നിനക്ക് സംശയമുണ്ടോ? തിരുവിലാവ് നോക്ക്, കൈകളിലും കാലുകളിലുമാണ്. കൈവിടണേ ഇട്ടോ, വേദന ഞാൻ സഹിച്ചോളാം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ലജ്ജാഭാരത്തോടെ കുമ്പിട്ട് നിറഞ്ഞായ മനുഷ്യൻ സജീവമായി യേശു കൺമുമ്പിൽ നിൽക്കുന്നു. വിലാപ്പുറത്തുനിന്ന് ഒഴിവന്നായ രക്തം കറ്റ പിടിച്ച് കിടക്കുന്നു. മകനെ, നീ കൈ കണ്ടോ? ഇത് നിനക്ക് വേണ്ടിയിട്ടാണ്, നിന്നെ പോലെയുള്ള അവിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പങ്കപ്പാട് സഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഉള്ളത്തിൽ ആത്മാവ് ചലിച്ചു. തോമാസ്ലീഹ അവിടെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ചെറിയ വാക്യാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ദാറ്റ്സ് ദി സ്ട്രോങ്ങസ്റ്റ്, ഷോർട്ടസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് ദി ഫെയ്ത്ത്. ഏറ്റവും ചെറുതെങ്കിലും ഏറ്റവും ശക്തമായിരിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അരുമനാഥൻ ഉയർത്തെഴുന്നേറ്റതിൻ്റെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഒരു വാക്ക് നിങ്ങൾക്ക് പറയാമോ? യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അവൻ സജീവമായ ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് വിശ്വാസത്തോടെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? അവിശ്വാസത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളത്തിൽ വളർന്നു വന്ന് പൂത്തട്ടില്ലേ? പലതരത്തിലായിരിക്കുന്ന അവിശ്വാസം വന്നിട്ടില്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവശേഷിച്ചിട്ടില്ലേ? ഇന്ന് ദൈവം തേജസ്സോടെ നടത്തുന്ന കൂട്ടായ്മ ആര് നടത്തും? ആര് മുന്നോട്ട് കൊണ്ടുപോകും? ആരാണ് നേതാവ്? ചിന്താക്കുഴപ്പങ്ങൾ വന്നിട്ടില്ലേ? പൈശാചികന് ഇടം കൊടുത്തതായ അന്തരംഗത്തിൽ നിന്നാണ് അതുപോലുള്ളതായിരിക്കുന്ന അവിശ്വാസ ചിന്തകൾ വരുന്നത്. എന്നാൽ കൃപയാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇന്ന് നിങ്ങളെ തേടി ഓരോ അവിശ്വാസിയുടെയും മുൻപിൽ തേജോമയനായ ദൈവം യാഥാർത്ഥ്യമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന നിമിഷം ഞാൻ കേൾക്കണ്ട. നിങ്ങളുടെ ഞാൻ പറഞ്ഞ ഉള്ളത്തിൻ്റെ ഭാഷയിൽ ഒരു വാക്ക് പറയാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ. ഇത് പറയുമ്പോൾ നിങ്ങളെ കാൽക്കൽ വീഴും. ഹല്ലേലൂയ, തേജോമയനായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കാമോ? അവൻ നടന്നു വന്ന ആ കാൽപാദത്തിൻ്റെ ഒച്ചയാണ്, കാലടികളുടെ ഒച്ചയാണ് ഈ വചനമായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായ ബോധ്യം തരുന്നു. അവൻ നിങ്ങളുടെ ഓരോരുത്തരെയും അടുക്കൽ വന്നിരിക്കുകയാണ്. ഒരു വിശ്വാസ പ്രഖ്യാപനം ഇന്ന് നടത്തുവാൻ നിങ്ങൾക്ക് മനസ്സാണോ? പല അവിശ്വാസ ചിന്തകളും പരിശുദ്ധാത്മാവിന് എതിരായിരിക്കുന്ന ചില ചിന്താഗതികളും ചില സംസാരങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൽ വന്നുപോയി കർത്താവ്. എങ്കിലും നീ ഉയർത്തുന്നിട്ട് ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് ഈ വചനത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടതിനാൽ അരുമനാഥൻ എൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവമക്കളെ, ആർക്കെല്ലാം സമാധാനം വേണം, ആർക്കെല്ലാം പാപമോചനം വേണം, ആർക്കെല്ലാം നിത്യസ്വർഗം വേണം, ആർക്കെല്ലാം രോഗശാന്തി വേണം, ഹല്ലേലൂയ, ആരുടെയെല്ലാം ജീവിതത്തിൽ അത്ഭുതം നടക്കണം, ആർക്കെല്ലാം അത്ഭുതകരമായ രൂപാന്തരം നടന്നു കിട്ടണം, അതിനൊരൊറ്റ കാര്യം മാത്രം, യേശുവിൻ്റെ കുത്തി തുറന്ന തിരുവിലാവിലേക്ക് കണ്ണ് പതിപ്പിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വാക്ക് ഒന്ന് വീണ് പറയാമോ? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞങ്ങൾക്ക് ഈ വാക്കൊന്ന് ഏറ്റുചൊല്ലാമോ? ഞാൻ ചൊല്ലിത്തരാം. ബോധ്യമുള്ളവൻ മാത്രം ചൊല്ലിയാൽ മതി. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ.
ആരുടെ എല്ലാം നാവിൽ നീ ശബ്ദം കേട്ടു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കേൾക്കാനല്ല, ഒന്നോടെ പറഞ്ഞു, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ഒന്നുകൂടി, എന്റെ കർത്താവും എന്റെ ദൈവവുമേ. എന്റെ കർത്താവും എന്റെ ദൈവവുമേ. ദൈവമക്കളെ, ആ തോമാശ്ലീഹ നമുക്ക് വേണ്ടി ഈ ദേശത്തെ എല്ലാം വന്നു കർത്താവിൻ്റെ രക്തസാക്ഷിയായി. ദൈവത്തിന് അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. പിന്നെ ഇന്ന് ഞാൻ കുറിച്ച് വെച്ചു, കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഹല്ലേലൂയ. കണ്ടു വിശ്വസിക്കുന്നവരല്ല, കാണാതെ വിശ്വസിക്കുന്നവർ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾ മനസ്സിലാക്കണം, എ പേഴ്സൺ ഈസ് സേവ്ഡ് നോട്ട് ബൈ സീയിങ് ക്രൈസ്റ്റ് ബട്ട് ബൈ ബിലീവിങ് ക്രൈസ്റ്റ്. എ പേഴ്സൺ ഈസ് സേവ്ഡ് നോട്ട് ബൈ സീയിങ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു പരിശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്നപ്പോൾ എന്തോ ഒരു പേര് കണ്ടു, രക്ഷപ്പെട്ടോ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്തോരം പേര് കണ്ടു, രക്ഷപ്പെട്ടോ? എ പേഴ്സൺ ഈസ് സേവ്ഡ് നോട്ട് ബൈ സീയിങ് ഐസ്, ദൈവത്തിന് സ്തോത്രം, ബട്ട് ബൈ ബിലീവിങ് ക്രൈസ്റ്റ്. വിശ്വസിച്ചാൽ മഹത്വം കാണാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മറ്റ് ശിഷ്യന്മാരുടെ വാക്കിൽ വിശ്വസിച്ചില്ല, പക്ഷേ ഇവിടെ വിശ്വാസം ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ആ 8 ദിവസം തോമാശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം ജീസസ് ഇസ് എ ഡെഡ് ക്രൈസ്റ്റ്. കർത്താവ് മരിച്ചു. തോമാശ്ലീഹയെ സംബന്ധിച്ചിടത്തോളം കല്ലറയ്ക്കകത്ത് അടഞ്ഞു കിടക്കുക. ബട്ട് ഫോർ അതേഴ്സ്, ദൈവത്തിന് സ്തോത്രം, ജീസസ് ഇസ് എ ലിവിങ് ക്രൈസ്റ്റ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് പിടികിട്ടത് എനിക്ക് അറിയാൻ പാടില്ല. ഹല്ലേലൂയ. ഫോർ 8 days ഫോർ ദിസ് തോമസ്, ജീസസ് ഇസ് dead Christ. But for other disciples, he is a living Christ. നിങ്ങൾക്കാരാ? യേശു ജീവിക്കുന്നുണ്ടോ? യേശു ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണോ? അവനെ ഈ ചങ്കിനകത്ത് വേറിക്കൊണ്ട് നിങ്ങൾ പോകണം. ഇതൊരു സുവിശേഷ പ്രസംഗം പോലെയല്ല നിങ്ങൾ കേൾക്കേണ്ടത്, ഇതൊരു യാഥാർത്ഥ്യമാണ്. കർത്താവ് വന്നിട്ടുണ്ട്, അവനെ എൻ്റെ ചങ്കിനകത്ത് ഞാൻ പേറിക്കൊണ്ട് പോകും. ദൈവത്തിന് സ്തോത്രം. വായിച്ചേ, ലൂക്കോസ് 24:6 വായിച്ചേ. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അടുത്ത വാക്ക്, മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ ജീവനുള്ളവനെ മരിച്ചവരിൽ അന്വേഷിക്കുന്ന അവനിവിടെ ഇല്ല, അവൻ കല്ലറയിലൊന്നുമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഈ വേദപുസ്തകത്തില് പുതിയ നിയമത്തിൽ കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു പുനരുത്ഥാന ജയഗീതമുണ്ട്. പുനരുത്ഥാന ജയഗീതം ഏതാണത്? 1 കൊരിന്ത്യർ 15 55 വാക്യം വായിച്ച്, പുനരുത്ഥാനത്തിന്റെ ജയഘോഷ ഗീതം വായിച്ചു. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹല്ലേലൂയ. മരണത്തെ തകർത്ത് തരിപ്പണമാക്കി, ദൈവത്തിന്റെ സ്തോത്രം, കല്ലറകളെ തകർത്ത് ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ചങ്കിനകത്ത് വെച്ച് പൂജിക്കുന്ന എൻ്റെ കർത്താവ് സർവശക്തിയോട് ഉയർത്തെന്നേറ്റു. ജയാളിയായി ചോദിക്കുകയാണ്, മരണമേ നിന്റെ ജയം എവിടെയാണ്? നിന്റെ വിഷമുള്ള എവിടെയാണ്? അയച്ചു. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മരണം എവിടെ? പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണം കർത്താവായ യേശുക്രിസ്തു രുചിച്ചു. അതിന്റെ കല്ലറയിൽ കിടക്കുകയല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം, ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഇസ് ദി ഡെത്ത് ഓഫ് ഡെത്ത്. പിടികിട്ടിയ നിങ്ങൾക്ക്? ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, യേശുവിന്റെ മരണം മരണത്തിന്റെ മരണമാണ്. ഈ ചങ്കിനകത്ത് ജീവനുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവിന്റെ രക്ഷിതമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ? കല്ലറയ്ക്ക് എന്നെ ഒതുക്കാൻ സാധ്യമല്ല. എൻ്റെ കർത്താവായ യേശുക്രിസ്തു 2ാമത്തെ വരവെങ്കിൽ ഏത് മാർബിൾ ഇട്ട കല്ലറയാണെങ്കിലും തകർത്ത് പൊളിച്ച്, ആ കാന്തശക്തിയുടെ ആകർഷണ വലയത്തിൽ പറന്നങ്ങുയരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹിമാവിൻ നീരാളം ചാർത്തി. ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ദൈവമക്കളെ? ഹല്ലേലൂയ. പുനരുത്ഥാന ഗീതം. ദി ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് ദി ഡെത്ത് ഓഫ് ഡെത്ത്. ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം. കാരണം എന്തറിയാമോ? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം, ഞാനും ആ ക്രൂശിനോട് ചേർത്ത് ക്രൂശിക്കപ്പെട്ടു. എനിക്കെന്ത് സംഭവിച്ചു? ഞാൻ പാപസംബന്ധമായി മരിച്ചു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ കൊന്നു, ഞാൻ പാപസംബന്ധമായി മരിച്ചു. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എന്നറിയാമോ?
മനുഷ്യ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുന്ന രംഗമാണ് പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന കർത്താവ് കേൾക്കുന്നുണ്ടല്ലോ. കാരണം അന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അതേ കർത്താവാണ് ഇപ്പോൾ ശ്രദ്ധ വെച്ച് നടക്കുന്നതും, അതേ ആത്മാവാണ് ഈ വചനത്തിലൂടെ വ്യാപരിക്കുന്നതും. നിങ്ങളൊന്നും അവിശ്വസിക്കണ്ട. അവിശ്വസിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം, നിങ്ങൾ ഒരിക്കൽ തിരിച്ചറിയും. ആ വേദന കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. മനുഷ്യ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം, ദൈവത്തിൻ്റെ സ്തോത്രം. അധ്യായം തുടങ്ങിക്കൊണ്ട് പോകാവോ എന്ന്, ആ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൊണ്ട് പോകാവോ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തീയത്തിൽ പഴയതില്ല ദൈവമക്കളെ. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒന്ന് കേട്ടേ. കർത്താവെ, തെറ്റുപറ്റിപ്പോയി, അവിശ്വാസം വന്നുപോയി, പ്രകടമായ പാപങ്ങൾ വന്നുപോയി, പരിശുദ്ധാത്മാവിനെതിരായി പോലും ചില പാപങ്ങൾ വന്നുപോയി. നീ ഉയർത്തെന്നേറ്റ് എന്നെ തേടി വന്നല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നീ കന്യാമറിയാവിനെയോ ദൈവത്തിന് സ്തോത്രം യോഹന്നാൻ ശ്ലീഹായോ ഒന്നുമല്ല തേടിപ്പോയത്. അവിശ്വാസിയായിരിക്കുന്ന ഈ എൻ്റെ അവിശ്വാസം ദുഷ്ടഹൃദയമായിട്ട് നടക്കുന്ന ഈ തോമസിൻ്റെ അടുത്തേക്കാണല്ലോ നീ വന്നത്. എന്നാൽ യേശു ആശ്വാസത്തോടെ ദൈവത്തിൻ്റെ സ്തോത്രം കേൾക്കട്ടെ, എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവമക്കളെ, അത്ഭുതകരമായ ഒരു മാറ്റം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും വരും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് ഞാൻ കമ്പിവാക്യങ്ങൾ പറയാം. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൽ ഒരു പുതിയ അധ്യായം തുടങ്ങിയവരോട് കർത്താവായ യേശുക്രിസ്തുവിന് ഒരു ദൗത്യം പരിമേൽപ്പിക്കാനുണ്ട്. 28:6 മുതൽ വാക്യം വായിച്ച് 28 മത്തായി സുവിശേഷം 28 അധ്യായത്തിൻ്റെ 6 മുതലായിരിക്കുന്ന ഈ വാക്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്തോളണം. വായിച്ചേ. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്ന സ്ഥലം വന്ന് കാൺമീൻ, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറവീൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളൊന്ന് വന്ന് കാണണം. അതാണ് 6ാമത്തെ വാക്യം. നിങ്ങളൊന്ന് വന്ന് കാണും. കല്ലറ തുറന്നല്ല കിടക്കുന്നേ, ഞാൻ ഉയർത്തെഴുന്നേറ്റിട്ടില്ലേ. ദൈവത്തെ കം ആൻഡ് സീ. അടുത്ത വാക്യം എന്താണ്? പോയി പറയണം, ഗോ ആൻഡ് ടെൽ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, ഒരു ദൗത്യമുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടേ. ദൈവത്തിന് സ്തോത്രം. ഗോ ആൻഡ് ടെൽ. സുവിശേഷത്തിന്റെ ദൂതുമായി ഓടണം. ഈ ഓടുന്ന കാലുകളാണ് സ്വർഗരാജ്യത്തിൽ ചെല്ലുന്നത്. ദൈവത്തിന് സ്തോത്രം. സുവിശേഷം അറിയിപ്പാൻ ഓടണം. അടുത്ത കാര്യം എന്താണ്? ചുമ്മാ ഓടിയാൽ മതിയോ? അതിന് ശക്തി വേണം. അതിന് കർത്താവ് എന്ത് ചെയ്തു? ദൗത്യം പരമേൽപ്പിച്ചു, സുവിശേഷം അറിയിക്കാൻ വേണ്ടി ഓടണമെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ച് യോഹന്നാൻ 20:22 വായിച്ച്. അവൻ അവരുടെ മേൽ ഊതി, അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ, ആരുടെ പാപങ്ങൾ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിപ്പോൾ ഇവിടെ നടക്കണം. നിങ്ങളത് ഹൃദയം തുറന്നിരുന്നേ, പ്രാർത്ഥനയോടെ ഇരുന്നേ. കർത്താവ് വന്നിരിക്കുന്ന ദിവസമല്ലേ? കർത്താവ് ഉയർത്തെന്നേറ്റ് ചൈതന്യത്തിൽ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുന്ന ദിവസമല്ലേ? കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഓടണം. സുവിശേഷ യോഗങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നു. ഹല്ലേലൂയ. ആര് പ്രസംഗിക്കുന്നുള്ളതിൽ ഒറ്റക്കെട്ടായി നിന്ന് പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടി സജീവമായി അധ്വാനിക്കേണ്ടതായിരിക്കുന്ന ഈ സമയമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് പോയി പറയണം. അതിനെന്ത് വേണം? ശക്തി വേണം. ആരുടെ ശക്തിയാ? വാക്കുകളുടെ കസരത്താണോ? ഞങ്ങൾ ആരെങ്കിലും പകർന്നു തരണം? കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവന്റെ ശ്വാസമാണ് പരിശുദ്ധാത്മാവ്. അത് അവരുടെ മേൽ ഊതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവര് ആത്മാവിൽ ശക്തി പ്രാപിച്ചു, തീ പിടിച്ചവരായി, ലോകത്തെ ഇളക്കുന്നവരായി മാറി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങളുടെ മേലൊന്ന് ഊതി വെച്ച് നിങ്ങളെ പറഞ്ഞു വിടുകയല്ല, ഞാൻ നിങ്ങൾക്ക് ഒരു വാഗ്ദത്തം കൂടി തരികയാണ്. വേഗം അയച്ച് മത്തായി സുവിശേഷം 28 അധ്യായത്തിന്റെ 20 വാക്യം. ആ വാക്യം കേട്ട് ആശ്വാസത്തോടെ നമുക്ക് കടന്നു പോകാം. അയച്ചേ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എല്ലാവരുടെയും അടുക്കൽ പോകണം. നിങ്ങൾക്ക് തന്നാലാവത് കർത്താവിന് വേണ്ടിയിട്ട് സുവിശേഷ വേലയിൽ ഓടണം. അടുത്ത വാക്ക്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇതാരാണ് പറഞ്ഞത്? സത്യമായിരിക്കുന്ന കർത്താവായ യേശു സത്യമായിട്ട് പറഞ്ഞു, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഈ ചങ്കിനകത്ത് യേശുവിനെ വഹിച്ചുകൊണ്ട് പോവുക. അടുക്കളയിലും ജോലി സ്ഥലത്തും എല്ലാ രംഗത്തും യേശു നിന്റെ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. സ്വർഗം മാത്രം മഹത്വം എടുക്കട്ടെ. കർത്താവിന് സ്തോത്രം.